അവർ വെറുതെ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്. അവർ ഒരു അമ്മാവൻ കോംപ്ലക്സ് ആയിട്ട് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കി നടക്കില്ല. ഒന്നാമത് അവർക്ക് പണം കിട്ടുന്നില്ല. അവർ 8 കോടി 10 കോടി പരിപ്പ് കൂടെ എടുത്തിട്ട് എങ്ങനെയെങ്കിലും പൈസ അടിക്കാൻ വേണ്ടി നടക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടുന്നില്ല. വലിയ പടങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇവിടെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അവർക്കത് അതുകൊണ്ടുണ്ടാവുന്ന ഇറിറ്റേഷൻ. അത് പിന്നെ വെറുതെ കുറേ സിനിമകളെ കുറിച്ച് വിജയിച്ചില്ല എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തുക. അപ്പോൾ ഈ അടുത്ത് കുഞ്ചാക്ക ബോബൻ്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒക്കെ പൊട്ടിയ പടം ഇവർ പറയുന്നത്. അത് എന്തോരം പേര് ആൾ കയറി കണ്ട് കളക്ട് ചെയ്ത സിനിമയാണ്. അത് OTT തന്നെ നല്ല പൈസക്ക് വിറ്റ പടമാണ്. ഇവർ കുറച്ച് ട്രിവാൻഡ്രം ഉള്ള കുറച്ച് നായർ ലോബി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് അമ്മ കോംപ്ലക്സുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഇവരെ കോക്കസ്, ഇവർ പറഞ്ഞ കേൾക്കുന്ന ആൾക്കാർ. അപ്പോൾ അതൊക്കെ മാറി പുതിയ ചെറുപ്പക്കാരുടെ പ്രൊഡ്യൂസേഴ്സ് വന്ന് ഇപ്പോൾ മാർക്കോ ചെയ്ത ഷെരീഫ് മുഹമ്മദ്, പിന്നെ ലിസിൻ സ്റ്റീഫനെ പോലെ ആൾക്കാർ. ലിസിൻ സ്റ്റീഫനൊക്കെ ഇവരെ കൂടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല. പിന്നെ ഇവരെ പ്രധാന പ്രശ്നം നടന്മാർ തന്നെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് പിന്നെ ഇവർക്ക് എന്താ അതിന് ഇതൊക്കെ നാട്ടിൽ നിയമപരമായി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ലേ. ഇവരാരിതൊക്കെ വിലക്കാൻ എന്നുള്ളതാണ് ചോദിക്കുന്നത്.